എടാ അച്ചുവേ, ഭീമൻ രഘുചേട്ടൻ അവസാനം അടിച്ച ഡയലോഗിൽ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. ശരിക്കും ആദ്യം മുതലേ അതുള്ളതാ. എന്നാൽ മാറ്റടാ ഗിയറ്. മാറ്റി. അപ്പക്കാട്ടിലെ അടുക്കളപ്പുറത്തുണ്ടായ കഞ്ഞിവെള്ളം താളിച്ചതും മുരിങ്ങയില തോരനും ഒക്കെ തിന്ന് ചീങ്കണ്ണി പരുവായ നീയൊക്കെ വടക്കം വീട്ടിലുണ്ടായ ഈ താന്തോന്നിന്റെ കൈയും കാലും വെട്ടി രോമം പഠിക്കും അല്ലടാ. എന്നാ വെട്ടി വടിക്കടാ കഴിവറ മോനെ. ഉമ്മച്ച, ഹൈവേയില് കൂടപ്പറപ്പുകളെയും കൂട്ടി ആമ്പിള്ളേരെ ഉമ്മ വെക്കാൻ ഇറങ്ങുമ്പോ ആളും തരവും നോക്കണം. അല്ലെങ്കിൽ എടവകപ്പള്ളിയിലെ കുരിശുമണി ഒറ്റയും പെട്ടയടിക്കും. അങ്ങനെ സംഭവിച്ച തറവാട്ടി കിടന്നുറങ്ങുന്ന നിന്റെ പെമ്പർനോത്തിയും പിള്ളേരും വന്ന് ഉമ്മ വെച്ചു പോകുവേ, ഒടുക്കത്തെ ചുംബനം. വടക്കം വീട്ടി കൊച്ചുകുഞ്ഞിനോട് ഉടക്കാൻ നിൽക്കല്ലേ, ഉടച്ച് കൈ തരും ഞാൻ. ഇത്ര മോശം സമയത്തും എല്ലാവരും വന്നതിൽ സന്തോഷം. പനച്ചൽ ഫാമിലിയുടെ പേരിൽ എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ അപ്പൻ്റെ മരണത്തെക്കുറിച്ച് പല ഊഹാപോഹങ്ങൾ ഏറലുണ്ട്. പടക്കം പൊട്ടിച്ചത് ആചാരവിരുദ്ധമാണെന്ന് പറയുന്നവരുണ്ട്. പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചവരാണെന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും ഒരു കാര്യം പറയാം, ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങൾ കായികമായും നിയമപരമായും നേരിടും. അത് കള്ളുഷാപ്പിലിരുന്ന് കുശുകുശു പറയുന്നവരായാലും മേടയിലിരുന്ന് താളത്തിൽ പറയുന്നവരായാലും ശരി. ജോമോന്റെ മാനുവൽ മനസ്സാക്ഷിയാണ്. എല്ലാവർക്കും ഫുഡ് കഴിച്ച് പിരിയാം. സന്തോഷം. സപ്ലയർ ഇച്ചിരി സാമ്പാർ താങ്ങി. നീ എന്തിനാ ഞങ്ങള് സെക്കൻഡ് ആൾക്കാരാ, ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കുന്നത്. അല്ല ജില്ലാ കളക്ടർ അടിച്ചിന്റെ പനി എന്താ? പല്ല് പറിക്കുന്ന ഡോക്ടറെക്കാളും നല്ലത് ചങ്ക് പറിച്ചു വരുന്ന നേഴ്സാ. അവരാവുമ്പോ അസുഖം മാറുന്നവരെ കൂടെ തന്നെ കാണുമല്ലോ, അല്ലേ അമ്മച്ചി? എന്നാലും ഈ നേഴ്സ് എന്നൊക്കെ പറയുമ്പോ തുടങ്ങി. ആദ്യം ഒന്ന് പോയി കാണ്, ബാക്കിയൊക്കെ പിന്നല്ലേ. അല്ലെങ്കിൽ മാമച്ചന്റെ പ്രായത്തിലെ നേഴ്സാ ബെസ്റ്റ്. ഇനിയിപ്പോ ഇപ്രായത്തില് ഷുഗർ, പ്രഷർ, എന്തൊക്കെ രോഗങ്ങൾ വരാൻ കിടക്കണം. എന്റെ മാമച്ച വയസ്സാം കാലത്ത് പെണ്ണ് കിട്ടുമ്പോ എന്തെങ്കിലും പ്രയോജനം വേണം. അതും ശരിയാ. കൊള്ളാലോ, എനിക്ക് ഈ വിളക്ക് വേണം. നിങ്ങൾ എനിക്കിത് തരണം, ഞാനിത് അങ്ങോട്ട് എടുക്കുക. വാ 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 വാ, എടുത്തോളൂ സാർ, ഞാൻ വേറെ കൊണ്ട് തരാം.